നമസ്കാരം. ദ സൈക്കോളജി ഓഫ് ബീയിങ് ഇഗ്നോർഡ്, അവഗണിക്കുന്നതിൻ്റെ മനഃശാസ്ത്രം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വേദന ഉള്ള ഒരു നിമിഷമാണ് അവഗണിക്കപ്പെടുമ്പോൾ. നമ്മളിൽ പലരുടെ ജീവിതത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ബഹുമാനത്തോടെ കാണുന്ന, സ്നേഹത്തോടെ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ചിലർ അവഗണിക്കുമ്പോൾ ഹൃദയത്തിലുണ്ടാവുന്ന മുറിവുകൾ, വേദനകൾ, പ്രയാസങ്ങൾ എത്രയോ പേരുടെ ജീവിതം തകർത്തിരിക്കുന്നു. ചില വ്യക്തികൾക്ക് ഇത് താങ്ങാനേ പറ്റില്ല. എത്ര മനഃശക്തിയുള്ളവരാണെ പോലും പ്രതീക്ഷിച്ച ചില സ്ഥലങ്ങളിൽ നിന്നുള്ള അവഗണനകൾ അവരുടെ ജീവിതം തന്നെ തകർത്ത് കളയും. ഒരിക്കലും അവഗണിക്കുന്നവർക്ക് പോലും അതറിയില്ല. ചിലർ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട്, ചിലർ മറ്റു പലരെയും പേടിച്ച്, ചിലർ മനഃപൂർവ്വം, ചിലർ ദേഷ്യം കൊണ്ട്, ചിലർ വൈരാഗ്യം കൊണ്ട്, ചിലർ വിദ്വേഷം കൊണ്ട് അതുവരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത ചിലരെ അവഗണിക്കുമ്പോൾ അവരുടെ നെഞ്ചിലുണ്ടാവുന്ന മുറിവ് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ അതേ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴോ, നമ്മൾ ഒരാളെ പാടെ അവഗണിച്ചു പോവുകയാണെങ്കിൽ ആ മറുവശത്തുള്ള ആൾ അനുഭവിക്കുന്ന വേദന സൈക്കോളജിക്കലി ശരിക്കും പറഞ്ഞാൽ അവഗണന നേരിട്ട പലരും ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ചേർന്നതുണ്ട്. മദ്യത്തിലും മയക്കുമരുന്നിലും അടിമയായവരുണ്ട്. കാരണം അവരുടെ വേദന അവർക്ക് മാത്രമേ അറിയൂ. അത് പലരോടും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവണമെന്നില്ല. അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ മനഃപൂർവ്വം ആരെയും അവഗണിക്കരുത്. ആരെയും നമ്മുടെ എന്താവശ്യത്തിന് വേണ്ടിയാണേലും അവഗണിക്കാൻ പാടില്ല. നമുക്ക് ഒരാളോട് സംസാരിക്കാം. നമുക്ക് അവരെ കാണുമ്പോൾ ഒന്നുമില്ലേ ചിരിക്കാം, അല്ലെങ്കിൽ ഒരു വാക്ക് സംസാരിക്കാം. ചിലപ്പോൾ അതൊരു ജീവിതം രക്ഷപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കാം. ഇനി അവഗണിക്കപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ തളർത്തരുത്. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും കിട്ടണമെന്നില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ തളർന്നാൽ വേറെ ആരും നമ്മളോടൊപ്പം കാണില്ല. നമ്മൾ പിടിച്ചു കയറാൻ എന്തെങ്കിലും വഴികൾ നോക്കുക. നമ്മൾ ഒരിക്കലും നമ്മളെ അവഗണിച്ചവരോട് ശത്രുത കാണിക്കാതിരിക്കുക. അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മനസ്സിനെ മാറ്റുവാൻ ശ്രമിക്കുക. കുറച്ച് പാടായിരിക്കാം. കാരണം അവഗണിക്കപ്പെടുന്ന മറുവശവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ തീവ്രത പോലിരിക്കും അവഗണിക്കപ്പെടുന്നവരുടെ ഉള്ളിലെ വേദനകൾ. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും അത് മാറ്റിയല്ലേ പറ്റൂ. കാരണം നമുക്കും ജീവിക്കണ്ടേ, നമുക്ക് മുന്നോട്ട് പോകണ്ടേ. അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അവഗണനകൾ നേരിട്ടാൽ അതിൽ തളരാതെ മാറ്റം കൊണ്ടുവരിക. നിങ്ങൾ വിജയിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഈ അവഗണിച്ചവർ പോലും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തിരിച്ച് നിങ്ങളെ സ്നേഹിച്ചെന്ന് വരാം. ചിലപ്പോൾ അവർ തന്നെ അവരുടെ ഉള്ളിൽ തോന്നാം അവഗണിക്കേണ്ടിയിരുന്നില്ല എന്ന്. പക്ഷേ ഒരു മനുഷ്യൻ നശിച്ചു കഴിയുമ്പോൾ പലപ്പോഴും അറിയത്തില്ല അത് ഞങ്ങളുടെ അവഗണന കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്, അല്ലെ എൻ്റെ അവഗണന കൊണ്ടാണ് മറ്റൊരാൾക്ക് സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെയും അവഗണിക്കാതിരിക്കുക. കാര്യം വളരെ ചെറിയതെന്ന് കേൾക്കുമ്പോഴും വളരെ ശക്തമായ ഒരു മനഃശാസ്ത്രപരമായ യാത്രയാണ്. അവഗണിക്കപ്പെടുന്നവൻ്റെ മുറിവുകൾ ആത്മഹത്യയിലേക്കും കടുത്ത നിരാശയിലേക്കും മാനസിക രോഗത്തിലേക്കും തള്ളിയിടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മളതിന് കാരണക്കാരാകാതിരിക്കുക. നമുക്കങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മളെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കാണുക. തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമത്തോടാണ് മറ്റ് ദൈവത്തിനോടോ മറ്റു കാര്യങ്ങളിലോട്ടോ ഒക്കെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ മനസ്സും മാറ്റിവെച്ച് പരിശ്രമിക്കുക തിരിച്ചു കയറാൻ. തീർച്ചയായും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.